രാമായണം, മഹാഭാരതം, ബൈബിള്, ഖുറാൻ ഇതിലെല്ലാം ദൈവത്തിനെ കുറിച്ചാണ് പറയുന്നത്. ദൈവം എന്നാൽ എന്താണ്? നല്ലത്. ഒരു നല്ലതുണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡിൽ ഒരു ചീത്തയും കാണും. അതായത് നല്ലതുണ്ടെങ്കിൽ കെട്ടതും ഉണ്ടാകും. അപ്പോ കെട്ടതാരാണ്? അതെ, സാത്താൻ. സാത്താന് വേണ്ടി ഒരു ബൈബിൾ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ ഒരു ബൈബിൾ. ഈ ലോകത്ത് ഈ ബൈബിളിന്റെ ഒരൊറ്റ കോപ്പി മാത്രമേ ഉള്ളൂ. ഒരൊറ്റ കോപ്പി. ദി ഡെവിൾസ് ബൈബിൾ, സാത്താൻ ബൈബിൾ. അതായത് നല്ലവർ എങ്ങനെ ജീവിക്കണം എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കെട്ടവർ, അതായത് മോശം വ്യക്തികൾ എങ്ങനെ ജീവിക്കണം എന്നാണ് സാത്താൻ ബൈബിളിൽ പറയുന്നത്. ഒരു തെറ്റ് നീ ചെയ്താൽ ആ തെറ്റിൽ നിന്ന് നിനക്ക് എങ്ങനെ എസ്കേപ്പ് ചെയ്യാം എന്ന് പോലും ഈ സാത്താൻ ബൈബിളിൽ, ദി ഡെവിൾസ് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് കുറുക്ക് വഴികളും കള്ളത്തരങ്ങളും തെറ്റ് ചെയ്തവർക്കുള്ള രക്ഷാമാർഗവും ഒക്കെ എഴുതി വെച്ചിട്ടുള്ള ഒരു പർട്ടിക്കുലർ ബൈബിളാണ് സാത്താൻ ബൈബിൾ. ഇതിന് 1000 വർഷത്തെ പഴക്കമാണുള്ളത്. ഇതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 75 കിലോയാണ്. 75 കിലോ. നല്ലത് ചെയ്യുന്നവർക്ക് വേണ്ടി ഇത്രയുള്ള ബൈബിളും കെട്ടത് ചെയ്യുന്നവർക്ക് വേണ്ടി 75 കിലോ ഉള്ള ഒരു ബൈബിളും. അപ്പോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ബൈബിൾ ഇപ്പോ എവിടെയാണുള്ളത്. ഇനി ഒരു ക്രേസി തിങ്, ഈ ബൈബിൾ ഫുള്ള് വായിച്ച് ഇത് അനുസരിക്കുന്നവരുടെ കൂടെ സാത്താൻ ഉണ്ടാകും. അതായത് ഇത് വിശ്വസിക്കുന്നവരുടെ ജീവൻ സാത്താന് കൊടുക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഉയർച്ചയുണ്ടാവുള്ളൂ. ഇനി ഇത് സാത്താൻ നേരിട്ട് എഴുതിയതാണെന്നും പറയുന്നുണ്ട് ഈ ബൈബിള്. അപ്പോ ഇങ്ങനെയുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ ഗായ്സ്, മാന്ത്രിക ലോകത്തേക്ക് പോകാൻ നിങ്ങൾ തയ്യാറല്ലേ? ഗുഡ് മോർണിംഗ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഐ ആം പാർത്ഥൻ രവി. അപ്പോ എന്താണ് ഈ ബുക്കിന്റെ പേര്? ഫസ്റ്റ് തിങ്, ഇതിന്റെ പേര് പറയാം. ഇതിന്റെ പേര് കോഡക്സ് ഗിഗാസ്. ഇത് 700 മുതൽ 1000 വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ട ഒരു പർട്ടിക്കുലർ പുസ്തകമാണ്. ഈ ബുക്ക് ഒരു സാധാരണ ബുക്കല്ല. ഒരു ബുക്കിന്റെ, അതായത് ഒരു ബൈബിളിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 75 കിലോഗ്രാം ആണ്. എന്റെ വെയിറ്റ് പോലും 61 ഉള്ളൂ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചു, ഒരു 75 കിലോ ഉള്ള ബുക്ക് എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം വലിയ ഒരു പുസ്തകമായിരിക്കും. ഇനി ഈ പുസ്തകത്തിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 92 സെന്റിമീറ്റർ. അതായത് ഒരു മനുഷ്യന്റെ അരക്കെട്ടോളം പൊക്കമുള്ള ഒരു പുസ്തകം. 92 സെന്റിമീറ്റർ പൊക്കമുള്ള ഒരു പുസ്തകം, 75 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരു പുസ്തകം. ഇനി ഈ പുസ്തകത്തിന്റെ ഓപ്പണിംഗ് ഫ്രണ്ട് പേജിൽ തന്നെ ഒരു വലിയ ആർട്ട് വർക്കാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ആർട്ട് വർക്ക് എന്ന് പറയുമ്പോൾ ഒരു വലിയ രൂപത്തിന്റെ ഒരു ആർട്ട് വർക്ക്. നമ്മൾ ഈ പിള്ളേരെ ഇലുമിനാറ്റി എന്ന് പറഞ്ഞ് പേടിപ്പിക്കും പോലെ ഒരു വലിയൊരു സാത്താന്റെ ഒരു വലിയ ആർട്ട് വർക്ക്, ഒരു പർട്ടിക്കുലർ ആർട്ട് വർക്ക്. ഈ ആർട്ട് വർക്കിനെ സാത്താനിക് ആർട്ട് വർക്ക് എന്നാണ് പറയുന്നത്. ഇനി ഈ പുസ്തകം നോക്കിയാൽ ഒരൊറ്റ രാത്രി കൊണ്ട് എഴുതപ്പെട്ട ഒരു പർട്ടിക്കുലർ ബൈബിൾ, അതാണ് സാത്താനിക് ബൈബിൾ അല്ലെങ്കിൽ ഡെവിൾസ് ബൈബിൾ. അതെങ്ങനെയാണ് ഒരു രാത്രി കൊണ്ട് ഒരു പുസ്തകം നമുക്ക് എഴുതാൻ പറ്റുന്നത്? ദിസ് ഈസ് ആൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. അതായത് ഇതൊരു കഥയാണ്. അതായത് ഇത് ശരിക്കും നടന്നതാണെന്നുള്ള കാര്യം നമുക്കറിയില്ല. ഇതൊരു കഥയാണ്. കഥ ഇങ്ങനെയാണ്. ഇത് പണ്ടത്തെ ചെക്ക് റിപ്പബ്ലിക്, അതിനെ കുറിച്ചുള്ള കഥയാണ്. പണ്ടത്തെ ചെക്ക് റിപ്പബ്ലിക്കിൽ ഒരു രാജാവ് ഭരിച്ചിരുന്നു. അന്നത്തെ കാലത്ത് അവിടെ ഒരു പ്രീസ്റ്റ് ഉണ്ടായിരുന്നു. അതായത് പള്ളിയിലെ പ്രീസ്റ്റ്, നമ്മളെ പള്ളിയിലെ അച്ഛൻ എന്നൊക്കെ പറയുമ്പോൾ പള്ളികളിൽ പോയി പ്രാർത്ഥിക്കുന്ന ഒരു പ്രീസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ പള്ളികളിലുണ്ടല്ലോ പ്രീസ്റ്റ്, അതുപോലെ ഒരു പർട്ടിക്കുലർ പ്രീസ്റ്റ് അവിടെ ജീവിച്ചിരുന്നു. ഈ പ്രീസ്റ്റ് ജീവിതകാലം മുഴുവൻ ഗോഡിനെ സേവിക്കാം, അതായത് ദൈവത്തിനെ സേവിക്കാം എന്ന് സൈൻ ചെയ്ത് കൊടുത്ത ഒരു പർട്ടിക്കുലർ പ്രീസ്റ്റ്. എന്നാൽ ഈ പ്രീസ്റ്റ് പള്ളിയിൽ പലതവണ മോഷണങ്ങൾ നടത്തണം, അതായത് പലതരത്തിലുള്ള കള്ളത്തരങ്ങൾ പള്ളിയിൽ നടത്തുന്നത് കണ്ടുപിടിച്ചു. അങ്ങനെ കണ്ടുപിടിച്ചപ്പോൾ അവിടുത്തെ നാട്ടുകാർ പറഞ്ഞു ഇയാളെ തൂക്കി ജയിലിലിടണം, ഇയാൾക്ക് കടുത്ത ശിക്ഷ കൊടുക്കണം. അങ്ങനെ ഈ പ്രീസ്റ്റിനെ അവിടുത്തെ ജയിലിൽ അടയ്ക്കുകയാണ്. അത് കഴിഞ്ഞ് വളരെ ഡീപ്പായിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയാണ്. ആ ഇൻവെസ്റ്റിഗേഷനിൽ തെറ്റ് ചെയ്തു എന്ന് കണ്ടുപിടിച്ചതിനെ തുടർന്ന് ഇയാൾക്ക് അവിടുത്തെ അവിടുത്തെ ഒരു കിങ് ഈ പുള്ളിക്കാരന് ശിക്ഷ വിധിക്കുകയാണ് അവിടുത്തെ ഗവൺമെന്റ്. അതായത് കല്ലടക്കം എന്ന് പറയുമ്പോൾ ഒരു ചുവരിന് ഒരാളിങ്ങനെ നടുക്ക് നിർത്തിയിട്ട് 4 ചുറ്റിലും ചുവര് കെട്ടും. എന്നിട്ട് ഫുൾ കെട്ടിയടയ്ക്കും. അതിനകത്ത് ഇരുന്നിട്ട് അനങ്ങാൻ പറ്റാതെ, ഒന്ന് മൂവ് ചെയ്യാൻ പോലും പറ്റാതെ, ശ്വാസം കിട്ടാതെ, അതിനകത്ത് തന്നെ ഫുഡില്ല, വെള്ളമില്ല, ഒന്നുമില്ല, അതിനകത്ത് തന്നെ നിന്നുകൊണ്ട് വളരെ നരക യാതനകൾ അനുഭവിച്ചുകൊണ്ട് മരിക്കേണ്ട ഒരു അവസ്ഥ. പണ്ടത്തെ ശിക്ഷാവിധികളൊക്കെ അങ്ങനെയാണ്. അതായത് വളരെ ക്രൂരമായ ശിക്ഷകളാണ് കൊടുക്കുന്നത്. ഇന്നത്തെ പോലെ ജയിലിൽ കയറ്റി വിടും, തിന്നാൻ കൊടുക്കും, ഇറക്കി വിടും, അങ്ങനെയല്ല. ഒരു 4 ചുവര് കെട്ടി അതിനകത്ത് ഇറക്കി ഫുള്ള്
അടയ്ക്കും. ഒന്ന് അനങ്ങാൻ പോലും പറ്റാതെ അവിടെ നിന്ന് പുഴുത്ത് മരിക്കും. അതായിരുന്നു ആ പർട്ടിക്കുലർ പ്രീസ്റ്റിന് അവിടുത്തെ കിങ്ങും കോടതിയൊക്കെ കൂടെ വിധിച്ച ശിക്ഷ. സോ പ്രീസ്റ്റ് എന്ത് ചെയ്തു എന്ന് നോക്കിയാൽ ഭയങ്കരമായിട്ട് പ്രേ ചെയ്യണം. അതായത് ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചു, എന്നെ രക്ഷിക്കണേ, എന്നെ ഒന്നും ചെയ്യരുതേ, അതായത് എനിക്കൊന്നും സംഭവിക്കാതെ എന്റെ ജീവൻ കാത്തുകൊള്ളണേ എന്ന് ഒരുപാട് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥിച്ചത് ദൈവത്തോടല്ല, അതായത് ജീസസിനോടല്ല. ജീസസിന് വേണ്ടി സേവിക്കാമെന്ന് സൈൻ ചെയ്ത് കൊടുത്ത പർട്ടിക്കുലർ പ്രീസ്റ്റ് ആണെങ്കിലും പ്രാർത്ഥിച്ചത് ജീസസിനോടല്ല, മറ്റ് ദൈവങ്ങളോടല്ല, പിന്നെ ആരോട്? സാത്താനോടാണ് പ്രാർത്ഥിച്ചത്. അതായത് ഇത്രയും നാള് ജീസസിന് വേണ്ടി ജോലി ചെയ്തിട്ട് തന്റെ അവസാനത്തെ കാലത്ത് പ്രീസ്റ്റ് പ്രാർത്ഥിച്ചത്, അതായത് തന്റെ മരണം അടുക്കാൻ പോകുന്നു എന്ന സമയത്ത് പ്രീസ്റ്റ് പ്രാർത്ഥിച്ചത് സാത്താനെയാണ്. സാത്താനെ എന്നെ രക്ഷിക്കണേ എന്നാണ് പ്രീസ്റ്റ് പ്രാർത്ഥിച്ചത്. എന്ത് പറഞ്ഞു പ്രാർത്ഥിച്ചു എന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ലവരെ രക്ഷിക്കാനായിട്ട് ധാരാളം ദൈവങ്ങളുണ്ട്, അതായത് ഒരുപാട് ആൾക്കാരുണ്ട്. ഞാനൊരു തെറ്റ് ചെയ്തു, പക്ഷെ എന്നെ രക്ഷിക്കാൻ ആരുമില്ല, നീ മാത്രമേ ഉള്ളൂ, പ്ലീസ് സേവ് മീ. ഞാൻ ഈ രാത്രിയിൽ മരിക്കാൻ പാടില്ല. ഇന്ന് ഞാൻ മരിക്കാതിരുന്നു കഴിഞ്ഞാൽ എന്റെ സോൾ, അതായത് എന്റെ ആത്മാവ് ഞാൻ നിനക്ക് എഴുതി തരാം. ആ ആത്മാവ് കൊണ്ട് നിനക്ക് ഈ ലോകത്ത് എന്ത് വേണമെങ്കിലും ചെയ്യാം. പ്ലീസ് സേവ് മീ. എന്നെ മരിക്കാൻ വിടരുത്, പ്ലീസ് സേവ് മീ. അങ്ങനെ സാത്താൻ ഈ പ്രീസ്റ്റിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് പറയാണ്, ഓക്കെ, ഞാൻ നിന്നെ രക്ഷിക്കാം, പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം. ഈ നാട്ടിലെ നാട്ടുകാരെ എല്ലാം വിളിച്ചിട്ട് പറയണം, ഞാൻ നിങ്ങൾക്കൊരു ബുക്ക് എഴുതി തരാം. ഒറ്റ ദിവസം കൊണ്ട് ഒരു ബുക്ക്. ഇത് ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് 30-40 പേർ ചേർന്ന് എഴുതേണ്ട ഒരു ബുക്ക് ഞാൻ നിങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് എഴുതി തരാം. അതിനായിട്ട് എനിക്ക് കുറച്ച് പേപ്പറും ബുക്കും ഒക്കെ വേണം, അതായത് ഒരു നല്ല ബുക്ക് എനിക്ക് വേണം. അത് നിങ്ങൾ കൊണ്ടുപോയി തരണം, അതായത് കൊണ്ടുവന്ന് തരണമെന്ന് നാട്ടുകാരോട് പറയാണ്. ഈ നാട്ടുകാർ നോക്കിക്കഴിഞ്ഞാൽ യവ ആര്, ഈ മരിക്കാൻ പോണവൻ എന്തൊക്കെയോ പിച്ചും പേയും പറയുന്നെന്ന് പറഞ്ഞിട്ട് കുറച്ച് പേപ്പറൊക്കെ കൊണ്ട് കൊടുക്കുകയാണ്. അങ്ങനെ പ്രീസ്റ്റ് ബുക്ക് എഴുതായിരുന്നപ്പോൾ ഭയങ്കരമായ എഴുത്ത്, അതായത് പ്രീസ്റ്റ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നു, നാട്ടുകാർ പേപ്പർ കൊണ്ട് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അന്നത്തെ കാലത്തെ പേപ്പർ എന്ന് പറയുമ്പോൾ ഈ പല മൃഗങ്ങളുടെയൊക്കെ തോൽ, അതായത് സ്കിന്ന് കൊണ്ടാണ് പേപ്പറുകൾ നിർമ്മിക്കുന്നത്. ഇന്നത്തെ പോലെ നല്ല സോഫ്റ്റ് പേപ്പർ അല്ല, കട്ടിയുള്ള പേപ്പറാണ്. അങ്ങനെ ധാരാളം പേപ്പറുകൾ കൊണ്ടൊരു ബുക്ക് പ്രീസ്റ്റ് എഴുതുകയാണ്. എഴുതാനിരുന്നപ്പോൾ ഭയങ്കര എഴുത്താണ്. അപ്പോ ഒരു ബുക്ക് അങ്ങനെ ഒറ്റ രാത്രി കൊണ്ട് എഴുതി തീർത്തു. അതാണ് കോഡെക്സ് ഗിഗാസ്. ടെക്നിക്കലി ഈ കഥ പറയുന്നത് ഈ ബുക്ക് എഴുതിയത് പ്രീസ്റ്റ് അല്ല, പ്രീസ്റ്റിന്റെ ദേഹത്ത് സാത്താൻ കയറി ഇരുന്നിട്ടാണ് ഈ ബുക്ക് എഴുതി തീർത്തത്. എങ്ങനെയാണ് ഇത്രയും ബുക്ക്, അതായത് ഈ ഒരു വലിയ ബുക്ക് ഒറ്റ രാത്രി കൊണ്ട് ഒരു സാധാരണ മനുഷ്യന് എഴുതാൻ സാധിക്കുന്നത്? അങ്ങനെ ഇത്രയും വലിയൊരു ബുക്കൊക്കെ എഴുതിയിട്ട് ഈ ബുക്കിന് കോഡെക്സ് ഗിഗാസ് എന്ന് പേര് കൊടുത്തു. ഇത് പിന്നീട് ഡെവിൾസ് ബൈബിൾ എന്നാണ് അറിയപ്പെട്ടത്. ഇനി ഇതിന്റെ ഫ്രണ്ട് ഓപ്പണിംഗ് പേജിൽ ഒരു വലിയൊരു ആർട്ട് വർക്ക് ഉണ്ട്, അതായത് നമ്മുടെ ചെകുത്താന്റെ ബയോഗ്രഫി എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു ആർട്ട് വർക്ക്. അതിൽ കാണിക്കുന്ന എല്ലാം ചെകുത്താന്റെ കുറെ കാര്യങ്ങളൊക്കെയാണ് ആ പടത്തിലുള്ളത്. അങ്ങനെ ഒരു വലിയൊരു ആർട്ട് വർക്ക്. ഇത് ശരിക്കും പറഞ്ഞാൽ ബൈബിളാണ്, അതായത് ഇതിനകത്ത് ബൈബിളിലുള്ള കാര്യങ്ങളാണ് പറയുന്നതെങ്കിലും ഇത് പറയുന്നത് ചെകുത്താന്റെ ഇൻട്രോഡക്ഷനോട് കൂടിയാണ്. അതായത് നമ്മൾക്ക് ബൈബിളിലുള്ള ഒരു കാര്യം അത് പറയുന്നത് ചെകുത്താന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ്, വിച്ച് മീൻസ് അതായത് ഈ ചെകുത്താന്റെ സ്റ്റോറിയാണ്. ചെകുത്താൻ ചെറുപ്പം മുതലേ വളരുന്നു. അങ്ങനെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ദൈവമാണ് ഹീറോ, ചെകുത്താനാണ് വില്ലൻ യഥാർത്ഥത്തിൽ. പക്ഷെ ഇതിൽ പറയുന്നത് ചെകുത്താൻ ഹീറോയും ദൈവം വില്ലനും. ദൈവം ഈ കഥയിൽ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന ഒരു വില്ലനായിട്ടാണ് എഴുതിയിട്ടുള്ളത്. എല്ലാം ചെകുത്താനെ ഒരുമാതിരി ഈ പ്രശംസിച്ച് എഴുതിയ ഒരു രീതിയിലായിരുന്നു ഈ ഒരു സ്റ്റോറി. ഇനി നോക്കിയാൽ ഈ ബുക്കിൽ 640 പേജസ് ഉണ്ട്. ഒറ്റ രാത്രി കൊണ്ട് ഈ 640 പേജ് എഴുതി ഫിനിഷ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇപ്പോഴത്തെ ടെക്നോളജി വെച്ച് അനലൈസ് ചെയ്ത ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അതായത് എങ്ങനെയാണ് ഒരാൾക്ക് ഇത്രയും വലിയ ബുക്കിൽ 640 പേജ് ഒറ്റ ദിവസം കൊണ്ട് എഴുതാൻ കഴിയുക? ഇത് കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് എഴുതിയാൽ പോലും 20 വർഷം എടുക്കുമെന്നാണ് സയന്റിസ്റ്റ്മാർ പറയുന്നത്. ഇനി നെക്സ്റ്റ് കാര്യം, ഇതിൽ എഴുതാനായിട്ട് 160 മൃഗങ്ങളുടെ സ്കിന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് 320 ഷീറ്റ്. ഒരു ഷീറ്റിന്റെ 2 പുറം വെച്ച് നോക്കുമ്പോൾ അത് 620 പേജസ്. ടോട്ടൽ 620 പേജുകളാണ് ഉള്ളത്. ഇനി ഇത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പം ഇത് കണ്ടിന്യൂസ് ആയിട്ട് പേപ്പർ കൊടുത്തോണ്ടിരുന്നാൽ ഹൈപ്പോത്തറ്റിക്കലി കറക്റ്റ് ആയിരിക്കും. അതായത് എഴുതി തീർക്കാം എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഹൈപ്പോത്തറ്റിക്കലി അത് എഴുതി എന്നൊക്കെ പറയാം. അതായത് ഇനി ഈ 160 അനിമൽസിന്റെ സ്കിന്നുള്ള പേപ്പറൊക്കെ ആരാണ് ഇത്രയും അടുക്കി പറക്കി വെച്ചിരിക്കുന്നത്? അതായത് ചോദിക്കുമ്പോൾ ഓരോന്ന് വെറൈറ്റി എടുത്ത് കൊടുക്കാനായിട്ട്. അപ്പം
അതിലെന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇനി ഇതിന്റെ 24 പേജുകൾ മിസ്സിംഗ് ആണ്. അതായത് 24 പേജ് ഈ ബൈബിളിൽ കാണാനില്ല. അതെവിടെ പോയെന്നോ അതിനകത്തുള്ള കണ്ടന്റ് എന്താണെന്നോ ഒന്നും ആർക്കും അറിയില്ല. ഇനി ഈ ബുക്ക് എഴുതി കഴിഞ്ഞപ്പോൾ ആ പ്രീസ്റ്റ് ആ ഒരു ശിക്ഷയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടു? പിന്നീട് ഇയാൾ ഫുൾ ടൈം ചെകുത്താന് വേണ്ടി പണി ചെയ്യാണ്. അതായത് ചെകുത്താന്റെ സേവകനായി മാറി. ചെകുത്താൻ കാരണമാണ് ഇയാൾക്ക് ശിക്ഷ ഒഴിവായതെന്ന് പറഞ്ഞിട്ട് ചെകുത്താന് വേണ്ടി ജോലി ചെയ്യുകയാണ്. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്ത് കഥ നടന്നു എന്ന് ചോദിച്ചാൽ ഈ ബുക്ക് കയറിയങ്ങ് ഭയങ്കര വൈറലായി. അതായത് ഒരുപാട് പ്രീഷ്യസ് ആയി മാറി ഈ ബുക്ക്. കാരണം ഇത്രയും വലിയൊരു ആർട്ട് വർക്ക് സംഭവം എല്ലാം 1000 വർഷം മുമ്പുള്ള ആർട്ട് വർക്ക് ഒക്കെയാണ്. അപ്പൊ ഈ ബുക്ക് കയറി ഒരുപാട് ഹിറ്റായി ഭയങ്കര പ്രീഷ്യസ് ആയിട്ട് മാറി. ഇനി ഇതിന്റെ ബൈൻഡിങ് നമ്മുടെ ഒരു സാധാരണ ബുക്കൊക്കെ എങ്ങനെയാണ്, സാധാരണ ബൈബിളും ബുക്കും ഒക്കെ അതിന്റെ ഫ്രണ്ട് പേജിൽ കുറച്ച് കട്ടി കാണും. എന്നാൽ ഈ ഒരു ബുക്കിന്റെ ഫ്രെയിം തന്നെ, അതായത് 4 കോണുകളിലെ ഫ്രെയിം തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് മരക്കഷ്ണങ്ങൾ കൊണ്ടാണ്. അതുപോലെ തന്നെ ഭയങ്കരമായ കട്ടിയുള്ള ഒരു ബുക്കായിരുന്നു ഇത്. ഇനി ഇപ്പൊ ഈ ബുക്ക് എവിടെ ഉണ്ടെന്ന് ചോദിച്ചാൽ അതുള്ളത് സ്വീഡനിലാണ്. അതായത് ചെക്ക് റിപ്പബ്ലിക്കും സ്വീഡനും തമ്മിൽ 1697 ഒരു വലിയ യുദ്ധം ഉണ്ടായപ്പോൾ സ്വീഡൻ ആർമി ചെക്ക് റിപ്പബ്ലിക്കിന്റെ കയ്യിൽ നിന്നും ഈ ഒരു വലിയ ബൈബിൾ അത് അടിച്ചു മാറ്റി സ്വീഡനിൽ കൊണ്ടുപോയി. ഇനി ഒരു കോൺസ്പിറസി തിയറി ഉണ്ട്, അതായത് വളരെ ഒരു മിസ്റ്ററി ആയ ഒരു തിയറി. അതായത് സ്വീഡനിലെ ഒരു ബിൽഡിങ്ങിലെ കൊണ്ടാണ് ഈ ഒരു പർട്ടിക്കുലർ ബൈബിൾ അവർ കൊണ്ട് സൂക്ഷിച്ചു വെച്ചത്. ആ സമയത്ത് ഒരു ദിവസം കാവൽക്കാർ അവിടെ ഇല്ലാതിരുന്നപ്പോൾ ആ റൂം മുഴുവൻ തീ പടർന്നു. അത് എങ്ങനെ തീ പടർന്നു എന്ന് അവർക്കറിയില്ല. തീ മുഴുവനായിട്ട് പടർന്നു ഈ ബൈബിൾ ഇരുന്ന റൂമിൽ. അങ്ങനെ ബിൽഡിംഗ് മുഴുവൻ കത്താൻ തുടങ്ങി. കാവൽക്കാർ ഉടനെ വന്ന് ഈ ബൈബിൾ എടുത്ത് എറിഞ്ഞു. ഈ ബൈബിൾ എടുത്ത് പുറത്തെറിഞ്ഞപ്പോൾ ഈ ബൈബിൾ ചെന്ന് വീഴുന്ന സ്ഥലം മുഴുവൻ തീ പടർന്ന് കത്താൻ തുടങ്ങി. അങ്ങനെ ഈ ബൈബിൾ കിടന്ന സ്ഥലം മുഴുവൻ കത്തി നശിച്ചു. പിറ്റേ ദിവസം രാവിലെ അധികാരികൾ വന്ന് ബിൽഡിംഗ് ചെക്ക് ചെയ്തു. അതായത് കത്തി നശിച്ച ബിൽഡിംഗ് ചെക്ക് ചെയ്തപ്പോൾ ഈ ബൈബിൾ ഇരുന്ന റൂമിൽ തന്നെ ഈ ബൈബിള് യാതൊരുവിധ കേടുപാടുകളും പറ്റാതെ ഇരിക്കുന്നു. അതായത് വലിയ ബിൽഡിംഗ് കത്തി ഈ കാവൽക്കാര് ഈ ബൈബിളിനെയൊക്കെ എടുത്തെറിഞ്ഞു. എന്നിട്ടും ഈ ബൈബിള് പഴയതുപോലെ തന്നെ അവിടെ ഇരിക്കുന്നു. എന്നാൽ ബിൽഡിംഗ് എല്ലാം കത്തി നശിച്ചു. ഇതൊരു കോൺസ്പിറസി തിയറിയാണ്. അതായത് ആർക്കും വലിയ ഉറപ്പൊന്നുമില്ല. ഇത് അങ്ങനെ ഒരു നിഗൂഢമായിട്ട് നിൽക്കുന്ന ഒരു കഥയാണ്. ഇനി എന്താണ് ഈ ബുക്കിനകത്തുള്ളത്, അതായത് എന്താണ് ഈ ഒരു ബൈബിളിനകത്തുള്ളത്? അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം തെറ്റ് ചെയ്യുന്നവർക്ക് രക്ഷപ്പെടാനുള്ള രക്ഷാമാർഗങ്ങളും അവർക്ക് ഒരു തെറ്റിൽ നിന്നും മോചനം കിട്ടാനായിട്ട് എന്ത് ചെയ്യണം, അതായത് സ്വർഗത്തിൽ പോകാൻ എന്ത് ചെയ്യണം. ഇനി അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. അതായത് മാജിക് സ്പെൽസ്. ഹാരി പോട്ടറിന്റെ സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഓരോ സ്പെല്ലിങ്ങനെ പറയുമ്പോഴേക്കും, അതായത് മന്ത്രം പറയുമ്പോൾ ഓരോ കാര്യങ്ങൾ നടക്കുന്നത്. അതായത് ഇപ്പോ ഒരാൾ നാശമായി പോകണമെങ്കിൽ ഈ മന്ത്രം ചൊല്ലണം, ഒരാൾക്ക് ദോഷം ഉണ്ടാകണമെങ്കിൽ ഈ മന്ത്രം ചൊല്ലണം, നിനക്ക് തെറ്റിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഈ മന്ത്രം ചൊല്ലണം. അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് അതിലുള്ളത്. പിന്നെ ഉള്ളത്, ഇപ്പൊ ഒരു തെറ്റ് നീ ചെയ്തു പോയി, ആ തെറ്റിൽ നിന്നും രക്ഷ നേടാനുള്ള മാർഗങ്ങൾ. ഇപ്പൊ നീ ഒരു ചെറിയ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 ദിവസം നീ പട്ടിണി കിടക്ക്. പിന്നെ എന്തെങ്കിലും ഒരു വലിയ കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ നീ ഒരു 50,000 പേർക്ക് ഫുഡ് കൊടുക്ക്. അങ്ങനെയുള്ള പല വീടായിട്ടുള്ള കുറെ റൂൾസും നിയമങ്ങളൊക്കെയാണ് ഉള്ളത്. പിന്നെ ഇത് ചുരുക്കി പറഞ്ഞാൽ ഫുള്ള് ബ്ലാക്ക് മാജിക് ആണ്. ഒരാൾ നശിച്ചു പോകാനുള്ള മന്ത്രം. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇതിലുള്ളത്. പിന്നെ സ്വർഗത്തിൽ പോകണമെങ്കിൽ നീ ഇതൊക്കെ ചെയ്താൽ മതി, നിനക്ക് സ്വർഗത്തിൽ പോവാം. പിന്നെ ഒരു മെയിൻ ഇമ്പോർട്ടന്റ് കാര്യം, ഇതൊക്കെ ഫോളോ ചെയ്യുന്ന ആള് അവന്റെ ജീവൻ സാത്താന് എഴുതി കൊടുക്കണം. അതായത് ഇതൊക്കെ അവൻ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അവന്റെ ജീവൻ സാത്താന് സ്വന്തം. ഈ ബുക്ക് ശരിക്കും ഉള്ളതാണോ അതോ ഇത് വേറൊരു കഥയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബുക്ക് 101% സ്വീഡനിലെ മ്യൂസിയത്തിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. പിന്നെ ബാക്കിയുള്ള കഥകളൊക്കെ സത്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊന്നും ഒരു തെളിവില്ല. അതായത് ഒറ്റ രാത്രി കൊണ്ട് എഴുതിയെന്ന് പറയുന്നത് നമുക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം എല്ലാവരും പറയുന്നത് ഈ ബുക്ക് എങ്ങനെ പോയാലും എഴുതി തീർക്കാനായിട്ട് ഒരു 20 വർഷം എടുക്കുമെന്നാണ്. എനിക്ക് തോന്നുന്നത് ഏതോ ഒരു പർട്ടിക്കുലർ സംഘടന ഇത് കുറെ വർഷങ്ങളായിട്ട് ഇരുന്ന് എഴുതി ഉണ്ടാക്കി ഒറ്റ ദിവസം ഇതങ്ങ് പുറത്തുവിട്ട് അതായിരിക്കും മിക്കവാറും നടന്നൊരു സംഭവം. അതിന്റെ ഭാഗമായിട്ടൊക്കെ ആയിരിക്കാം ഈ ഒരു പള്ളിയിലച്ഛൻ കുറെ മോശമൊക്കെ നടത്തിയതും കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോ ഇതിന്റെ വിശ്വാസത്തിന്റെ ഭാഗത്ത് പോട്ടെ. അതായത് മതം നമുക്ക് ഇതിലോട്ട് വലിച്ചെടുക്കേണ്ട കാര്യമില്ല, അത് അതിന്റെ വഴിക്ക് പോട്ടെ. അപ്പോൾ ഇതാണ് കോഡെക്സ് ഗിഗാസ് എന്ന ഡെവിൾസ് ബൈബിളിന്റെ ഒരു തിയറി, അതായത് ഒരു കഥ. ഇത് ഇന്റർനെറ്റിലൊക്കെ ഉള്ളത് തന്നെയാണ്, നിങ്ങൾക്ക് അടിച്ചു നോക്കാം. ഇതിന്റെ ഒരുപാട് ഫോട്ടോസ് ഒക്കെ നെറ്റിൽ കിട്ടും. പിന്നെ ഞാനും ഈ വീഡിയോയിൽ കുറെ സമയങ്ങൾ കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക. നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എന്തായാലും ഓക്കെ, ബൈ.